വായിക്കാൻ പാടില്ല, എഴുതാൻ പാടില്ല, ഡാൻസ് കളിക്കാൻ പാടില്ല, പാട്ട് പാടാൻ പാടില്ല. പിന്നെ വെജ് മാത്രമേ കഴിക്കാൻ പറ്റുള്ളൂ. ASMR ചിക്കന്റെ വീഡിയോ കണ്ടിരിക്കുന്ന 2 പേര്, ചിക്കൻ തിന്നാൻ പറ്റാത്ത 2 പേര് ചിക്കൻ തിന്നുകൊണ്ടിരിക്കുന്ന വീഡിയോ കാണുന്നു. കൊതിച്ചിരിക്കാനേ പറ്റത്തുള്ളൂ. ഹായ് ഫ്രണ്ട്സ്, ജിജി വ്ളോഗ്സിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഞങ്ങളിപ്പോൾ സ്കൂൾ വിട്ട് വന്ന് ഇനി 3 ദിവസം ലീവാണ് ഗൈസ്. നമ്മുടെ പൂജ വെപ്പാണ്. ഇന്ന് സന്ധ്യയ്ക്കാണ് പൂജ വെക്കണത്. അപ്പം പൂജ വെപ്പ് പ്രമാണിച്ച് 3 ദിവസം ലീവാണ് ഗൈസ്. അപ്പോൾ കഴിഞ്ഞ് തുറക്കുമ്പോൾ തന്നെ എക്സാം ആണ്. അപ്പോൾ ഞാൻ അമ്മേനോട് പറഞ്ഞു എനിക്ക് പൂജ വെക്കണ്ട, ഞാൻ പഠിക്കുകയാണ് പറഞ്ഞു. എന്താ വെച്ചാൽ അമ്മ സമ്മതിക്കണില്ല. അമ്മ പറഞ്ഞു പൂജ വെക്കാൻ പറഞ്ഞു. അപ്പം ഞാൻ വൈകുന്നേരം പൂജ വെക്കാണ് ഗൈസ്. ദിയമോള് പിന്നെ വന്നപ്പോൾ തന്നെ അപ്പൊ ഇന്ന് രാത്രി പൂജ വെക്കണ്ടോ? അപ്പൊ പറഞ്ഞു ഇന്നല്ല, ഇന്ന് ഫുള്ള് പഠിച്ചിട്ട് നാളെ വൈകുന്നേരമാണ് പൂജ വെക്കണത് പറഞ്ഞു. അപ്പം അല്ല, ഇന്നെന്റെ മിസ് പറഞ്ഞിട്ട് പൂജ വെക്കാണെന്ന്. ചായ വേണോ എന്താ വേണ്ടതെന്ന് ഞാൻ ചോദിക്കുമ്പോൾ പൂജ വെക്കണം. ദിയമോക്ക് എന്താ വേണ്ടത് ചോദിച്ചപ്പം നമ്മള് പറയാണ് ഇന്ന് രാത്രിയാണ് പൂജ വെക്കണത്. വ്യാഴാഴ്ച രാവിലെ ആണോ? വ്യാഴാഴ്ച രാവിലെ എടുത്ത് വൈകുന്നേരം വരെ പഠിക്കാമല്ലോ. അപ്പൊ ഓക്കെ, നമുക്ക് നേരെ വീട്ടിലേക്ക് പോവാം. രസമുണ്ട്. എന്താന്ന് വെച്ചാല് ഞാനും അമ്മയും അർജുവും കൂടെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോവാണ് കേട്ടോ. പിന്നെ മാമി എന്താ പറയാ, ഡെലിവറിക്ക് വേണ്ടിയിട്ട് അഡ്മിറ്റ് ആയിട്ടുണ്ട്. അതായത് ആദിമോന്റെ മദർ. അപ്പം ഞങ്ങള് പോകുന്ന വഴിക്ക് ചായ കുടിക്കാൻ കയറിയതാണ് കേട്ടോ. ഞങ്ങള് ചായ കുടിച്ചോണ്ടിരിക്കാൻ തിരിഞ്ഞു നോക്കുമ്പോണ്ട് ദേവും പപ്പയും ആദിമോനും കൂടെ കാറിൽ വന്ന് ഇറങ്ങണേ. യാദൃശ്ചികമായി ഞങ്ങൾ കണ്ടുമുട്ടിയതാണ്. ഫസ്റ്റ് അമ്മമ്മേനെ കണ്ടത്. അല്ല, ഞാൻ അവിടെ ബസ് ഇറങ്ങി കഴിഞ്ഞ് നേരത്തെ ബസ് എത്തി. ഇവിടെ റെയിൽവേന്റെ പാലം ഓപ്പൺ ആയിട്ടുണ്ട്, പണി നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അത് ഓപ്പൺ ആയി, അതുകൊണ്ട് ഇന്ന് നേരത്തെ എത്തി ബസ്. ഇനി മുതൽ ഫുള്ള് നേരത്തെ ആയിരിക്കും. അപ്പം ഞാൻ നോക്കുമ്പോണ്ട് അർജുവാമൻ ഇങ്ങനെ പോണ്. അപ്പൊ അമ്മയാണ് അതിമാനായിരുന്നു. അമ്മയോ അല്ല, എൻ്റെ അമ്മയല്ല, എൻ്റെ അമ്മ ആയിരുന്നു. അപ്പൊ എന്നിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ പപ്പ വന്നിട്ട് പറഞ്ഞു മാമീരെ അഡ്മിറ്റ് ആക്കിയിട്ടുണ്ട്, അപ്പൊ അവിടെ കാണാൻ വേണ്ടി പോവാണ്, അങ്ങക്ക് എന്താ കഴിക്കാൻ വേണ്ടി വെച്ചു. അപ്പോഴാണ് പൂജ വെക്കണം. അതിനാണ് മനസ്സിൽ പൂജ വെക്കണം. ഫ്രണ്ട്സ്, അപ്പം അമ്മമ്മയും അർജുമാമനും അമ്മയും ഹോസ്പിറ്റലിലേക്ക് പോവാണ്. ഞാനും പപ്പയും ആദിമോനും ദിയമോളും വീട്ടിലേക്കാണ് പോണത്. അപ്പം രാത്രിയൊക്കെ ആകുമ്പോൾ അമ്മ വരും. ഞാൻ എന്നേക്കുമായി പോകുന്നല്ലോ. വൈകുന്നേരം ഞാൻ ഇങ്ങോട്ട് തിരിച്ചെത്തൂലേ. കരയണ്ട മുത്തേ, കരയണ്ട. രാത്രി ഞാൻ വരും. ടാറ്റ. ഞങ്ങൾ സ്കൂൾ വിട്ട് വന്ന എല്ലാവരും ഫ്രഷായി. അപ്പം ബുക്ക് പൂജയ്ക്ക് വെക്കാൻ സമയമായിട്ടോ. 6:25 6:00 മുന്നേറ്റ് വെക്കണം എന്നുണ്ട്. അപ്പം ഇവർ 2 പേരുമാണ് ഗൈസ് വെക്കണത്, ഞാൻ വെക്കുന്നില്ല. അപ്പൊ ഞാൻ എന്താ വെക്കാത്തതെന്ന് വെച്ച് കഴിഞ്ഞാല് നാളെ മറ്റന്നാളും കഴിഞ്ഞ് തേഴ്സ്ഡേ ബുക്ക് എടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ എനിക്ക് എക്സാം ആണ് സാറ്റർഡേ, പഠിക്കാൻ സമയമില്ല ഗൈസ്. അതുകൊണ്ട് ഇവർ 2 പേരുമാണ് വെക്കണത്. പിന്നെ മാത്രല്ല നോൺ വെജ് കഴിക്കാനും പറ്റില്ല. അല്ല, നോൺ വെജ് കഴിക്കണോണ്ടൊന്നുമല്ല, പഠിക്കാണ്ടായതുകൊണ്ട്. അപ്പം ഇവര് വിളക്ക് കത്തിച്ച് വെക്കുന്നതാണ്. ഇതെങ്ങനെയാണ് ഇത് സംഭവം? എങ്ങനെയാണ് ആദ്യം വിളക്ക് കത്തിച്ചിട്ടാണോ പിന്നെ വെക്കുക? ഇവിടെ സ്റ്റെപ്പം വെക്കലുണ്ടാണോ ബുക്ക്? തിരിച്ചു വെക്കും.
ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്ക് പഠിക്കാൻ ബുദ്ധി കിട്ടണമെന്ന് ഇക്കും പറഞ്ഞു പഠിക്കാൻ ബുദ്ധി. പിന്നെ ഇത് നമ്മൾ എന്ന് എടുക്കും? തേഴ്സ്ഡേ മോർണിംഗ് എടുക്കും. ഓക്കെ, അങ്ങനെ രണ്ടാളും ബുക്ക് പൂജ വെച്ചിരിക്കുകയാണ് ഫ്രണ്ട്സ്. യെസ്, അപ്പം അവർ രണ്ടുപേരും ബുക്ക് പൂജ വെച്ചു. ഇനി എന്തൊക്കെയോ ഇതില്ലേ, വായിക്കാൻ പാടില്ല, എഴുതാൻ പാടില്ല, ഡാൻസ് കളിക്കാൻ പാടില്ല, പാട്ട് പാടാൻ പാടില്ല, പിന്നെ വെജ് മാത്രമേ കഴിക്കാൻ പറ്റുള്ളൂ. അങ്ങനത്തെ ടാലന്റുകൾ അടക്കം നമ്മൾ പൂജ വെക്കുകയാണ്. അപ്പൊ പാട്ട് പാടാനോ വായിക്കാനോ ഡാൻസ് കളിക്കാനോ ഒന്നും പറ്റൂല. അങ്ങനെയാണ് ശരിക്കും. അങ്ങനെ തന്നെ ഫോളോ ചെയ്യണം. ടി വി കാണാൻ പറ്റൂല. ടിവി കാണാൻ, ഫോണ് നോക്കാൻ പാടില്ല. അങ്ങനെ ഇവിടെ സോഫയിൽ ഇരുന്ന് പ്രാർത്ഥിക്കാനോ ഫുൾ ടൈം അതാണ്. കളിക്കാനൊക്കെ പറ്റും, പക്ഷെ അങ്ങനെയാണ് ശരിക്കും. ഡാൻസും പാട്ടും പറ്റൂല. ടാലന്റ് അടക്കം വെക്കുകയാണെന്നാണ് ശരിക്കും. അപ്പം അവര് അങ്ങനെ പൂജ വെച്ചിരിക്കുന്നു. അവള് സ്കൂളിൽ വിട്ട് വന്നിട്ട് പറയണേ പൂജ വെക്കുകയാണെങ്കിലും മനസ്സിൽ ഇങ്ങനെ പറഞ്ഞു നടക്കാന്നൊക്കെ മിസ് പറഞ്ഞു. നോളെ അവ നിക്കണ്ട, പൂജ വെക്കുണ്ടെങ്കി വെക്ക, അല്ലെങ്കിൽ ഇല്ലെങ്കി ഇരുന്ന് പഠിച്ചോ. തിങ്കൾ ബുധനാഴ്ച എടുത്തൂടെ, വ്യാഴാഴ്ച തേഴ്സ്ഡേ രാവിലെ എടുക്കാം. തേഴ്സ്ഡേ സ്കൂളില്ല, ഫുള്ളിരുന്ന് പഠിക്കാം. തേഴ്സ്ഡേ രാവിലെ ബുക്ക് എടുത്ത് അപ്പൊ തന്നെ ഫുള്ള് ഡേ പഠിക്കണം. പിന്നെ എണീക്കാൻ പാടില്ല, ഫുൾ ഡേ ഇരുന്ന് പഠിക്കണം. പിന്നെ ആദിമോന്റെ കുഞ്ഞാമ ചെലപ്പോ നാളെ മറ്റന്നാളൊക്കെ ആയിട്ട് വരും. സ്കൂളില്ലാത്ത ദിവസമല്ലേ കറക്റ്റ്. ഇന്നും നാളെയും മറ്റന്നാളും പഠിക്കണ്ട, അതിന്റെ പിറ്റേന്ന് അത് 2 ദിവസമൊക്കെ എങ്ങനെ പഠിക്കാതിരിക്കും ചെയ്യും. Okay guys, now I am going to study. ഇതിലേതാ നോമ്പ് മുറിയേ? പൊളിറ്റിക്സ്, ജെൻഡർ, റിലീജിയൻ, കാസ്റ്റ്. സ്റ്റഡി ടേബിളിൽ പോയി വായിച്ചോ? നമുക്ക് നമ്മുടെ ബെഡ്റൂമിൽ പോയോ? അപ്പൊ നല്ലേ ഇവിടെ ഇരിക്കുന്ന സുഖാതി. പറഞ്ഞാ മനസ്സിലാവും. ഞാൻ അതിന് ബുക്ക് കൊണ്ടുവന്ന് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കൊന്നും പറ്റൂല. നിങ്ങള് ബുക്കിക്ക് നോക്കിക്കോ. ബുക്ക് കാണുന്നതിന് കുഴപ്പമില്ല. നിങ്ങളിപ്പോ ബുക്കിന് മുന്നിന്നല്ലേ വന്നത്. അപ്പോഴോ ASMR ചിക്കന്റെ വീഡിയോ കണ്ടിരിക്കുന്ന 2 പേര്, ചിക്കൻ തിന്നാൻ പറ്റാത്ത 2 പേര് ചിക്കൻ തിന്നുകൊണ്ടിരിക്കുന്ന വീഡിയോ കാണുന്നു. കൊതിച്ചിരിക്കാനേ പറ്റത്തുള്ളൂ. ഫ്രണ്ട്സ്, അങ്ങനെ പൂജ വെച്ച ഒരു ചിക്കൻ നോക്കാൻ പാടില്ലല്ലോ? ഹലോ, ഇല്ല പാടില്ല. ഫ്രണ്ട്സ് ഇവിടെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഡ്രസ്സ് മാറ്റി. ചോറും ചിക്കനും മീൻകറിയും കപ്പളങ്ങ തോരനും. ഞാനിത് ഇപ്പോഴാണ് കപ്പളങ്ങ തോരനാണെന്ന് അറിയണത് ഗൈസ്. പക്ഷെ കപ്പളങ്ങ തോരൻ എനിക്ക് തേങ്ങട്ട് ഉണ്ടാക്കണം എനിക്കിഷ്ടമല്ല. അതിനേക്കാളും എനിക്കിഷ്ടം കുറച്ച് കട്ടിക്ക് അരിഞ്ഞിട്ട് ഉണ്ടാക്കണതാണ്. ഫ്രണ്ട്സ്, അങ്ങനെ ഞാൻ വീട്ടിലെത്തിയിരിക്കുകയാണ്. ഞാൻ എത്തുമ്പോൾ കാണുന്ന കാഴ്ചകളാണ് ഇത്. ആണോ? ദിയമോള് ഇതാ തയ്ച്ചോണ്ടിരിക്കുന്നു. നോക്കട്ടെ, ഇങ്ങനെ നടക്കണത് സമയം ഒന്നും കാണാതെ ഇത് ശരിക്ക് ചെയ്യാൻ പാടില്ല. നമ്മള് സൂചി നൂലും ഒക്കെ നമ്മള് എന്താ പറയാ ആയുധങ്ങളെ പറഞ്ഞു കഴിവുകളൊക്കെ പൂജക്ക് വെച്ചേക്കാണ് എന്നുള്ളത്. ഡാൻസ് കളിക്കാൻ പാടില്ല. അല്ലെങ്കിൽ ഓള് ബുക്ക് എടുത്ത് വെച്ചിട്ട് ഒപ്പന തുടങ്ങും.
ആദിമോനും ദിയ ചേച്ചിക്കും ദേവ് ചേച്ചിക്കും കൂടി ഒരു കുഞ്ഞുവാവ പിറക്കുകയാണ്. അത് ബേബി ഗേൾ ആണോ ബേബി ബോയ് ആണോ നമുക്കറിയാം. ബേബി ബോയ് ആണോ? ബേബി ബോയ്. എല്ലാരും പോയി പറയുമ്പോ എനിക്ക് ഗേൾ പറയാൻ പോകാം. എന്ന് പറഞ്ഞോ ഗേൾ. ഗേൾ. ഓക്കെ നമുക്ക് നോക്കാം. എനിക്ക് ഗേള് ആവണം എന്നാണ് എനിക്കിഷ്ടം. ബട്ട് എൻ്റെ മൈൻഡില് എൻ്റെ ഹൃദയം പറയും ബ്രെയിൻ പറയണത് ബോയ് ആണെന്നാണ്. ബട്ട് ഞാൻ പറയണത് ഗേളാണ്. എൻ്റെ ആഗ്രഹം അതല്ല ദിയമോൾ പറഞ്ഞെന്താ വെച്ചാല് ദിയമോക്ക് ഗേൾ ആവണം എന്നായിരുന്നു ഗെയിം കളിക്കാണ് ഗൈസ്. ഇതില് ഞാൻ ഒരു കളർ പറയും, അത് വേഗം അവരെടുക്കണം. അതാണ് ഡാർക്ക് യെല്ലോ, അത് ലൈറ്റ് ഡാർക്ക് ഗ്രീൻ, റെഡ്, ബ്ലാക്ക്, ലൈറ്റ് ഗ്രീൻ, യെല്ലോ, വൈറ്റ്, ഓറഞ്ച്. അല്ല ഇത് കഴിട്ടില്ല. ആ ഞാൻ എടുത്തു ഫസ്റ്റ് വേറെ കളർ ഞാൻ ഫസ്റ്റ് എടുത്തു. അവിടെ വെക്കും. ഞാൻ തൊട്ടു 1 2 3 4 5 6 7 8 9 10 11. ഫ്രണ്ട്സ്, അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പം ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും കാണുന്നതാണ്. അപ്പം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ, ബെല്ല്